നഞ്ചപ്പാ, നീ എന്താ നിന്റെ IPS ചേച്ചിയെ കൊണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിച്ചോ? എടി, നിന്റെ പോലീസ് സ്റ്റേഷനോട് പോയി പറഞ്ഞേക്ക് കളി ഞങ്ങളോട് വേണ്ടാന്ന്. അധികം കളിച്ചാൽ അവളുടെ തലയുടെ തൊപ്പിയുടെ സ്ഥാനത്തെ റീത്ത് വെക്കേണ്ടി വരും. വിളിച്ചൊന്ന് ഓർമ്മിപ്പിച്ചേര്. ഇവളുടെ ചേച്ചി IPS ബിച്ചിന് ഡെറാഡൂണിൽ ഒതുക്കുന്ന കാര്യം എന്റെ ആന്റി ഏറ്റിരിക്കാൻ മോളെ. ഇനി അവളുടെ കഷ്ടകാലം. എന്നാലും നമുക്കെതിരെ പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാൻ അവക്ക് എങ്ങനെ ധൈര്യം വന്നു? നിങ്ങൾ ഇതൊക്കെ പറയുന്നതല്ല, അതൊന്നും ചെയ്യുന്നില്ലല്ലോ. അതാ അവക്ക് ഇത്ര ധൈര്യം. Just go inside. You do it, man. Dress out. ബേടാ, അവര് Do it. വെരി പാപ. I said just do it. Dress out. ഇങ്ങനെ ഒരു കഴുത. What are you looking for? സമീറ, ഈ കഴുതയൊന്നും ചെയ്യുന്നില്ല. Hey. Hey. You do it what I said. ഞാൻ പറഞ്ഞതുപോലെ മര്യാദ ചെയ്തോ. Hey, show her face to the camera. Just remove the dress. Yeah, just remove. Kiss her. Kiss this portion. Maria, close ആയിട്ട് എടുക്ക്. ഞങ്ങൾക്ക് ആകെ അറിയുന്നത് സെക്യൂരിറ്റി നഞ്ചപ്പയുടെ റൂമിൽ ഡാലിയ കിടക്കുന്നത് കണ്ടു എന്ന് മാത്രമാണ്. അത് മയക്കുമരുന്ന് കഴിച്ചാണോ മദ്യം കഴിച്ചാണോ ഒന്നും ഞങ്ങൾക്കറിയില്ല. അങ്ങനെ പറയരുത്, ശാപം കിട്ടും. കൂടെ പഠിക്കുന്ന കുട്ടിയല്ലേ, പ്ലീസ്. അവള് പാവ, എന്റെ അനിയത്തി പാവ. ചിലപ്പോ പോക്കറ്റ് മണിക്ക് ആയിക്കൂടെ? കോളേജ് സ്റ്റുഡൻസിന് ചില അല്ലറ ചില്ലറ ചെലവൊക്കെ ഉള്ളതല്ലേ. അതിനൊരു സൈഡ് ബിസിനസ് ആയിരിക്കും. എന്തായാലും അവള് തിരഞ്ഞെടുത്ത വഴി കൊള്ളാം. ഇനി താമസിക്കാതെ ഇതൊരു ബിസിനസ് ആക്കിക്കൂടെ രണ്ടാൾക്കും? അവള് പാവ, എന്റെ അനിയത്തി പാവ. അവളുടെ ലൈഫ് നശിപ്പിക്കരുത്. ഞാൻ ജീവിക്കുന്നത് എന്റെ ഡാലിയ മോൾക്ക് വേണ്ടിയാ. പ്ലീസ്. ഫോൺ വെച്ചിട്ട് പോടി അവിടുന്ന്. അവളുടെ ഒരു IPS ഒരു ഡാലി. ഹലോ 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 ഹലോ. My God. Sami, see, something is written. It's written with lipstick. ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് നീയും നിന്റെ സംഘവും പോന്നുവെന്നറിഞ്ഞപ്പോ ഞാൻ തകർന്നു പോയി. പക്ഷേ IPS എന്ന എന്റെ 3 അക്ഷര ബിരുദം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തും ജോലി ചെയ്യാൻ ഉതകുന്നതാണെന്ന ബോധം എന്നെ ഈ നാട്ടിൽ കൊണ്ടെത്തിച്ചു. ഞാൻ നിങ്ങളെ വിടാതെ പിന്തുടർന്നു. ഭയന്ന് ജീവിക്കുക, അതായിരുന്നു നിങ്ങൾക്കെതിരെയുള്ള എന്റെ ആയുധം. ഭയത്തിന്റെ പിടിയിലമർന്ന് നിങ്ങളെല്ലാം ഒരുതരം മാനസിക രോഗികളാക്കി എനിക്ക് കാണണമായിരുന്നു. അതിനുവേണ്ടി ബാംഗ്ലൂരിൽ നിങ്ങളുടെ സഹായിയായ സെക്യൂരിറ്റി നഞ്ചപ്പയെ ഞാൻ നിങ്ങളുടെ കാറിന് മുമ്പിൽ എത്തിച്ചു. ജീവനോടെയല്ല, പക്ഷേ മദ്യലഹരിയിലമർന്ന് നിങ്ങൾക്ക് അതൊരു അപകട മരണമായി. എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. നഞ്ചപ്പയെ മനസ്സിലാകാതെ നിങ്ങൾ അയാളെ പുഴയിൽ തള്ളി. പക്ഷെ അവിടെ നിന്ന് ലിൻഡയുടെ മൊബൈൽ എന്റെ കൈവശെത്തി. പിന്നീട് എന്റെ ഉന്നം ഹോസ്റ്റലായിരുന്നു. അതിന് നീ നഞ്ചപ്പയെ വിലയ്ക്ക് വാങ്ങിയതുപോലെ ഞാനും ഭദ്രനെ നേരത്തെ തന്നെ വില പറഞ്ഞു ഒതുക്കിയിരുന്നു. കൂട്ടത്തിൽ എന്തിനും ഏതിനും എനിക്ക് കാവലായി എന്റെ അൽസേഷ്യൻ റോബർട്ടും. അങ്ങനെ ലിൻഡയുടെ മരണം സൂയിസൈഡായി. പിന്നെ വിവേക്, അവൻ എന്റെ ലിസ്റ്റിൽപ്പെട്ടവനായിരുന്നില്ല. That episode ended as an accident. ആതിര, അതെനിക്ക് ഈസിയായിരുന്നു. പാവം റോബർട്ട് എന്ന ഡോക്ടർക്ക് ഇൻസുലിൻ കുത്തിവെക്കാൻ വേണ്ടി വന്നത് സെക്കൻഡുകൾ മാത്രം. Quite natural death.
ശ്രദ്ധയുടെ മരണത്തിന് വെടിമരുന്നിട്ടത് നിങ്ങളാണ്. അവൾ കരഞ്ഞുകൊണ്ട് മുറിവിട്ട് ഇറങ്ങി വന്നത് മനസ്സിലാക്കിയ എന്റെ ഭദ്രൻ ഞാൻ പറഞ്ഞതുപോലെ അവളെ യാത്രയാക്കി. പിന്നെ എനിക്ക് പറ്റിയ പരാജയങ്ങൾ, ഇപ്പൊ നടന്ന കാർ ആക്സിഡന്റ് വരെ, ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ബാംഗ്ലൂരിൽ വെച്ച് നീ രക്ഷപ്പെട്ടു. CI അൻവറിനെ മുന്നിൽ നിർത്തി ഞാൻ വീണ്ടും എന്റെ താവളത്തിലെത്തിച്ചു. അയാളെ ഞാൻ 2-3 പ്രാവശ്യം അകറ്റി നിർത്തിയതാ. എന്നാലും പോകില്ലെന്ന് വെച്ചാ തീരാനാ വിധി. എനിക്കെതിരെ അവന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ. ഞാൻ ചികിത്സയിൽ കിടന്ന ഹോസ്പിറ്റൽ മുതൽ എല്ലാം അവൻ അന്വേഷിച്ച് കണ്ടെത്തി. പക്ഷെ റിപ്പോർട്ട് കിട്ടിയത് എന്റെ കയ്യിലായിപ്പോയി. ഇനി എനിക്ക് ജീവനോടെ പരിക്കുകളില്ലാത്തരാ, അത് നീ മാത്രമാണ്. റോബർട്ട് മാഡം, എത്രയും പെട്ടെന്ന് ഫിഷിംഗ് ഹാർബറിൽ എത്തണം. मैडम आप चलता है कैफो? अभी मेरा काम पूरा हुआ है ना, तो मैं कल श्रीलंका जा सकता हूँ? ഓഫ് കോഴ്സ്. ഒരുപക്ഷേ നീ ഇന്ത്യ രാജ്യത്തിന് ദ്രോഹം ചെയ്തിട്ടുണ്ടാവാം. എനിക്ക് നീ ചെയ്തിട്ടുള്ളത് നല്ലത് മാത്രം. സോ യു ഹാവ് ടു ഗോ ടുഡേ, നോട്ട് ടുമോറോ. Confessions are not admissible in a trial court. നിങ്ങൾ കുറ്റമേറ്റ് പറഞ്ഞ സമീറ ഡാനിയൽ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. സോ ഈസി വാക്ക് ഓവർ. ഇത്രയും ജീവൻ അപഹരിക്കാൻ പ്രേരിപ്പിച്ച നിങ്ങൾ ദൈവത്തിന്റെ കോടതിയിൽ തെറ്റുകാരിയാണ്. ആൻഡ് യു ഹാവ് ടു റിയലൈസ് വൺ മോർ തിങ്. യു ആർ ദ വിക്ടിം ഓഫ് എ റയർ ഡിസീസ്. അമിതമായ ഡ്രഗ്സും സെഡേഷൻസും പകുതിയിലധികം ബ്രെയിൻ സെൽസിനെ നശിപ്പിച്ചു കഴിഞ്ഞു. ആൻഡ് ദ മാക്സിമം ലൈഫ് സ്പാൻ ഷുഡ് ബി 10 months to 1 year. ഡാലിയ, of course, എനിക്കറിയാം പെട്ടെന്ന് മറക്കാൻ പ്രയാസം കാണും. ടൈം ഹീൽസ്. കാലം മായ്ക്കാത്ത മുറിവുകളില്ല. ഡെയ്സി ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അധികകാലം ജീവിച്ചിരിക്കുന്നതിലല്ല, എങ്ങനെ ജീവിച്ചു, എന്തിനു വേണ്ടി ജീവിച്ചു എന്നതാണ് പ്രധാനം. അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് മൈ സ്ലോഗൻ. ഒരു പഴയ സഹപാഠിയുടെ മുദ്രാവാക്യം. അതുപോലെ ആദ്യം ഇപ്പം പറഞ്ഞല്ലോ, ടൈം ഹീൽസ്. കാലം മായ്ക്കാത്ത മുറിവുകളില്ല. നോ, ടൈം നെവർ ഹീൽസ്. അത് മുറിവുകളെ കൂടുതൽ കൂടുതൽ വ്രണമാക്കുകയുള്ളൂ.